ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ്. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം ഇട്ടിട്ടുള്ള ഒരു നാടൻ സ്റ്റൈലിൻ്റെ ഒരു കറിയാണ് ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പകുതി കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ ബീട്രൂട്ടായിരുന്നു, ചെറുതാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് എടുക്കുക. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാളയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഒരു ഇഞ്ചി അത് ചെറുതായിട്ട് നുറുക്കിയിട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഒരു ചെറിയ സ്പൂണ് ചുവപ്പ് മുളകും കൂടി ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി ഒന്നല്ല, ശരിയായ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്ന് കവർ ചെയ്യാൻ ആവശ്യമുള്ള ആ ഒരു രീതിയിൽ മാത്രം വെള്ളം ഒഴിക്കുക. എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം കുക്കർ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഗ്യാസ് കംപ്ലീറ്റ് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണം. അങ്ങനെയാകുമ്പോഴാണ് ഇതിന് കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ കുക്കറിൽ ആ ഒരു ഗ്യാസ് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വിസിൽ എടുത്ത് മാറ്റാം. ഇത് കംപ്ലീറ്റ് ഗ്യാസ് പോയി കഴിഞ്ഞ ശേഷം മാത്രം നമ്മളിത് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പം വെന്ത് കിട്ടൂല. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഇത് നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നും അധികം ഇല്ല, ആവശ്യത്തിന് വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഒരു ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ജീരകപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൊടിയും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഇതിലേക്ക് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ. ഇനിയിപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വരണം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറിയെല്ലാം ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഈ മസാലപ്പൊടിയും ഈ പച്ചക്കറി എല്ലാം വേവിച്ചതും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊട്ടാറ്റോ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് നമുക്ക് ഉപ്പ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ചേർക്കാൻ പറ്റും. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ കുറേയെല്ലാം ഉപ്പ് അതിലേക്ക് പിടിക്കും. അപ്പോൾ പിന്നെയും നമ്മൾ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. കറിവേപ്പില കൂടുതൽ ചേർക്കുമ്പം തന്നെ അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഈ കറിയിലൊരു സ്പെഷ്യലായിട്ടുള്ള കാര്യം, നമ്മൾ ഈ കറി വറുത്തിടുന്നില്ല. നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ തന്നെ ഈ കറിയിൽ നല്ല പച്ച വെളിച്ചെണ്ണേൻ്റെ ആ ഒരു സ്മെല്ലും എല്ലാം കൂടിയിട്ട് നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു മണവുമാണ് ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇത് വറുത്തിട്ടിട്ടാണ് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കടു വറുത്തിട്ടിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും. കടുകും കായമുളകും കറിവേപ്പിലയും വേണമെങ്കിൽ കുറച്ച് സവാളയും എല്ലാം കൂടി അല്ലെങ്കിൽ കുഞ്ഞുള്ളി എന്താണെന്ന് വെച്ചാൽ അതുകൂടി ഇതിൻ്റെ കൂടെ വറുത്തിട്ട് അത് ചേർക്കാം. എങ്ങനെയായാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ നോട്ടിഫിക്കേഷൻ പറയുന്നത് ചെയ്ത് അതിലോളൊന്ന് സെലക്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ തന്നെ കാണാം. ബൈ.